മലയാളികൾക്ക് ഒരിക്കലും മറക്കാൻ സാധിക്കാത്ത ദുരന്തം സമ്മാനിച്ചുകൊണ്ടാണ് 2018 ഒക്ടോബർ 2 കടന്നുപോയത്. സെപ്റ്റംബർ മാസം 25-ന് തിരുവനന്തപുരം പള്ളിപ്പുറത്ത് നടന്ന കാറപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന പ്രിയപ്പെട്ട സംഗീതജ്ഞൻ ബാലഭാസ്കർ അകാലത്തിൽ നമ്മെ വിട്ടു പിരിഞ്ഞു എന്ന വേദനിപ്പിക്കുന്ന വാർത്തയാണ് എല്ലാവരിലേക്കും അന്നെത്തിയത്. ലോകത്തെമ്പാടുമുള്ള മലയാളികൾക്ക് നെഞ്ചിലെരിയുന്ന നെരിപ്പോട് നൽകിക്കൊണ്ടാണ് ബാലഭാസ്കർ കടന്നുപോയത്. അതേസമയം അദ്ദേഹത്തിൻ്റെ മരണത്തെ തുടർന്ന് നിരവധി ചോദ്യങ്ങൾ മലയാളികളുടെ മുന്നിലേക്ക് വീണുകൊണ്ടിരിക്കുന്നു. അതൊരു സ്വാഭാവിക അപകടം മാത്രമായിരുന്നു എന്ന് സംശയിച്ചവർക്ക് മുന്നിൽ ഇപ്പോഴും അതുമാത്രം ഒരു ചോദ്യചിഹ്നമായി അവശേഷിക്കുന്നു. അദ്ദേഹത്തിനൊപ്പം ഉണ്ടായിരുന്നവർ പലപ്പോഴായി 200 കിലോഗ്രാമിലധികം സ്വർണം കടത്തിയതിന്റെ പേരിൽ പിടിക്കപ്പെട്ടതും അദ്ദേഹത്തിന്റെ മരണത്തിലുള്ള സംശയത്തിന്റെ ആക്കം കൂട്ടിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ പുതിയതായി വീണ്ടും അദ്ദേഹത്തിന്റെ വേർപാടിന് 5 വർഷങ്ങൾക്കിപ്പുറം കേസ് പുനരന്വേഷിക്കാൻ ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുന്നു. അച്ഛൻ CK ഉണ്ണി നൽകിയ ഹർജിയിന്മേലാണ് ഇപ്പോൾ പുനരന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നത്. ഇതിനിടയിൽ CBI അടക്കമുള്ള ഏജൻസികൾ അന്വേഷണം നടത്തി അപകടമരണമെന്ന് വിധിയെഴുതിയ കേസിൽ ഇങ്ങനെയൊരു ഉത്തരവ് ഉണ്ടാകാനുള്ള കാരണങ്ങളെക്കുറിച്ചും ഇപ്പോൾ ചർച്ച നടക്കുകയാണ്. അപകടത്തിന് ശേഷം തന്നെയാണ് കലാഭവൻ സോബി നടത്തിയ പ്രസ്താവനകളും അപകടത്തെക്കുറിച്ച് കൂടുതൽ അന്വേഷണത്തിലേക്ക് നയിച്ചു. അപകടത്തിൽ ബാലഭാസ്കറും മകളും മാത്രമാണ് മരിച്ചത്. അതേസമയം വാഹനം ഓടിച്ചിരുന്ന ഡ്രൈവർ അർജുനും ബാലഭാസ്കറിന്റെ ഭാര്യ ലക്ഷ്മിയും ഇപ്പോഴും ജീവനോടെ തന്നെ. അവർ പരിക്കുകളോടെ രക്ഷപ്പെടുകയായിരുന്നു. ATM കവർച്ച കേസുകളിൽ അടക്കം പ്രതിയാണ് ഡ്രൈവർ കൂടിയായിരുന്ന അർജുൻ. അന്ന് തന്നെ വാഹനം ഓടിച്ചത് ആരെന്നുള്ള കാര്യത്തിലും തർക്കങ്ങൾ നടന്നിരുന്നു. ബാലഭാസ്കർ ആയിരുന്നു വാഹനം ഓടിച്ചതെന്ന് അർജുൻ മൊഴി നൽകിയപ്പോൾ അർജുൻ തന്നെയായിരുന്നു എന്ന് ലക്ഷ്മി മൊഴി നൽകി. മൊഴിയിലെ വൈരുദ്ധ്യവും അന്വേഷണത്തിലേക്ക് നയിച്ചു. പക്ഷേ ഇപ്പോൾ പല സംശയങ്ങൾക്കും നിവൃത്തി വേണമെന്നുള്ള നിലപാടിലാണ് അച്ഛൻ CK ഉണ്ണി. മകനെ കരുതിക്കൂട്ടി കൊലപ്പെടുത്തുകയായിരുന്നു എന്ന നിലപാടിൽ തന്നെയാണ് ഈ പിതാവ്. തൃശൂർ മുതൽ തിരുവനന്തപുരം വരെയുള്ള ദൂരത്തിൽ ഇവർ സഞ്ചരിച്ചിരുന്ന ഇന്നോവ വാഹനം ഓടിയത് ശരാശരി മണിക്കൂറിൽ 94 കിലോമീറ്റർ വേഗതയിലായിരുന്നു. ആരെയോ ഭയപ്പെട്ടുള്ള ഓട്ടം പോലെ തന്നെയാണ് ഈ പരക്കം പാച്ചിൽ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ചിലയിടങ്ങളിൽ വാഹനത്തിന്റെ വേഗത 112 കിലോമീറ്ററിന് മേലെയായി. സോബിയുടെ മൊഴിയിൽ അപകട സ്ഥലത്തുണ്ടായിരുന്ന അപരിചിതരുടെ സാന്നിധ്യവും ഇപ്പോൾ സംശയത്തിന് ബലം വർദ്ധിപ്പിക്കും. അച്ഛൻ CK ഉണ്ണിയും അമ്മ ശാന്തകുമാരിയും കോടതിക്ക് മുന്നിൽ സമർപ്പിച്ചിരിക്കുന്ന ഹർജിയിൽ പറയുന്ന സംശയങ്ങൾക്ക് മറുപടി നൽകാൻ അന്വേഷണ ഉദ്യോഗസ്ഥർ ബാധ്യസ്ഥരാണ്. ഇത് മനസ്സിലാക്കിയാണ് കോടതി ഇത്തരത്തിലൊരു ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. 20 സംശയങ്ങളാണ് ഹർജിക്കാർ ഉയർത്തിയിരിക്കുന്നത്. ഇത് പരിശോധിച്ച കോടതി സംശയങ്ങളുടെ സാധ്യത മനസ്സിലാക്കുകയായിരുന്നു. ഇനി അതൊക്കെ എന്താണെന്ന് നോക്കാം. ബാലഭാസ്കറും കുടുംബവും തൃശ്ശൂരിൽ മുറിയെടുത്തിരുന്നു. അതേസമയം അടിയന്തരമായി തിരുവനന്തപുരത്ത് എത്തണമെന്നും സംഗീത സംവിധായകൻ അക്ഷയ് വർമ്മയെ കാണേണ്ടതുണ്ട് എന്നും ബാലഭാസ്കർ അറിയിക്കുകയായിരുന്നു. തുടർന്നാണ് രാത്രി തന്നെ തൃശ്ശൂരിൽ നിന്ന് പുറപ്പെട്ടതെന്നാണ് സ്വർണ്ണക്കടത്ത് കേസിൽ ഉൾപ്പെടെ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ ജിഷ്ണുവിന്റെ അമ്മ ലത മൊഴി നൽകിയിരിക്കുന്നത്. അതേസമയം തന്നെ ഇക്കാര്യങ്ങളെല്ലാം അക്ഷയ് വർമ്മ നിരസിക്കുകയാണ് ചെയ്തത്. അങ്ങനെ ഒരു കൂടിക്കാഴ്ച തങ്ങൾ തമ്മിൽ ഉറപ്പിച്ചിരുന്നില്ല എന്നുമാണ് അക്ഷയ് വർമ്മ മൊഴി നൽകിയിട്ടുള്ളത്. പിന്നെ എന്തിനായിരുന്നു ഇങ്ങനെ ഒരു മൊഴി ലതയിൽ നിന്ന് ഉണ്ടായത്? സ്വർണ്ണക്കടത്ത് കേസിൽ ജിഷ്ണുവിനൊപ്പമുള്ള മറ്റൊരു കുറ്റവാളിയാണ് പ്രകാശ് തമ്പി എന്നയാൾ. വിഷയം അതല്ല. അന്ന്, അതായത് സെപ്റ്റംബർ മാസം 25-ന് പുലർച്ചെ അപകടം നടന്നതിന് ശേഷം 4:15-ന് അർജുന്റെ ബന്ധു കൂടിയായ ലത അർജുന്റെ ഫോണിലേക്ക് വിളിച്ചു. പക്ഷേ ഫോൺ എടുത്തത് പോലീസായിരുന്നു. തുടർന്ന് അവർ ജിഷ്ണുവിന്റെ ഫോണിലേക്ക് വിളിക്കുകയും ചെയ്തു. ഈ സമയത്ത് അർജുന്റെ ബന്ധു മാത്രമായ ലത എന്ന സ്ത്രീ എന്തിനാണ് അയാളെ വിളിച്ചത്? എന്തോ ഒരു കാര്യത്തിന്റെ പൂർത്തീകരണം നടന്നോ എന്ന് ഉറപ്പിക്കാനായിരിക്കാൻ വിളിച്ചത് എന്ന കാര്യത്തിലും സംശയമുണ്ട്. അപകടം നടന്ന് 1 മണിക്കൂർ തികയും മുൻപ് തന്നെ സ്വർണ്ണക്കടത്ത് കേസിൽ പ്രതികളായ ജിഷ്ണുവും പ്രകാശ് തമ്പിയും തിരുവനന്തപുരം അനന്തപുരി ഹോസ്പിറ്റലിലും തുടർന്ന് മെഡിക്കൽ കോളേജിലേക്കും ഏകദേശം 4:30-ന് തന്നെ എത്തിയിരുന്നു. തുടർന്ന് മെഡിക്കൽ കോളേജിൽ അത്യാസന്ന നിലയിലായിരുന്ന ബാലഭാസ്കറെയും ഭാര്യയെയും ഡോക്ടറുടെ അനുമതി പോലും വാങ്ങാതെ തിടുക്കത്തിൽ അനന്തപുരി ഹോസ്പിറ്റലിലേക്ക് മാറ്റുകയായിരുന്നു. എന്തിനായിരുന്നു ഇത്ര തിടുക്കം ഇവർ കാട്ടിയത്? ഇത്രയും വേഗം അവർ എങ്ങനെ അവിടെ എത്തി? പ്രകാശ് തമ്പിയുടെ കാര്യങ്ങൾ അവിടെയും തീരുന്നില്ല.
ബാലഭാസ്കർ അത്യാസന്ന നിലയിൽ ആശുപത്രിയിൽ കഴിയവേ തന്നെ അപകടം നടന്ന ദിവസം രാവിലെ 10 മണിക്ക് പ്രകാശ് തമ്പി മംഗലപുരം പോലീസ് സ്റ്റേഷനിലെത്തി ബാലഭാസ്കറിന്റെ മൊബൈൽ ഫോണും പേഴ്സും അവിടെ നിന്ന് വാങ്ങിക്കൊണ്ടുപോയി. അതേസമയം രജിസ്റ്ററിൽ ഒപ്പുവെക്കുകയും ചെയ്തിട്ടില്ല. പോലീസ് നിയമവിരുദ്ധമായി അദ്ദേഹത്തിന്റെ വസ്തുക്കൾ ബന്ധുക്കൾ പോലുമല്ലാത്ത ഒരാൾക്ക് എന്തിനു നൽകി എന്ന ചോദ്യവും ഇവിടെ അവശേഷിക്കും. പ്രകാശ് തമ്പി വാങ്ങിയ ബാലഭാസ്കറിന്റെ മൊബൈൽ ഫോണും പേഴ്സും ലക്ഷ്മിക്ക് നൽകിയിട്ടില്ല. ലക്ഷ്മി അതിനായി നിരവധി തവണ ആവശ്യപ്പെട്ടിട്ടും അത് മടക്കി നൽകാൻ അയാൾ തയ്യാറായിട്ടില്ല. എന്താണ് പ്രകാശ് തമ്പിയുടെ ലക്ഷ്യം? സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് 2019 മെയ് മാസത്തിൽ നടത്തിയ അന്വേഷണത്തിൽ ബാലഭാസ്കറിന്റെ മൊബൈൽ ഫോണുകൾ പ്രകാശ് തമ്പിയുടെ വീട്ടിലെ പൂജാമുറിയിൽ നിന്ന് തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടെത്തുകയായിരുന്നു. സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് ജിഷ്ണുവിനെയും പ്രകാശ് തമ്പിയെയും അറസ്റ്റ് ചെയ്തതും ഇതിനോടനുബന്ധിച്ച് സംശയത്തിന് ഇട നൽകുന്നു. അപകടം നടക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപ് പ്രകാശ് തമ്പി തന്റെ അക്കൗണ്ടിൽ നിന്ന് 25,000 രൂപ എടുത്തിരുന്നു. ഇതെടുത്തിരിക്കുന്നത് അപകടം നടക്കുന്നതിന് അടുത്തുള്ള ATM കൗണ്ടറിൽ നിന്നാണെന്നുള്ളത് സംശയം ജനിപ്പിക്കുന്നു. ബാലഭാസ്കറെയും ഭാര്യ ലക്ഷ്മിയെയും മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്ന് മാറ്റുന്നതിന് മുൻപായി SUT ആശുപത്രിയിലെ മെഡിക്കൽ ഡയറക്ടറും ബാലഭാസ്കറിന്റെ ബന്ധുവുമായ ഡോക്ടർ അനൂപ് ചന്ദ്രനുമായി യാതൊരു വിധത്തിലുള്ള ചർച്ചകളിലും അവർ നടത്തിയിരുന്നില്ല എന്ന് മാത്രമല്ല, ഇക്കാര്യം അദ്ദേഹത്തെ അറിയിക്കുക പോലും ചെയ്തിട്ടില്ല. എന്തായിരുന്നു അവരുടെ ഉദ്ദേശം? അനന്തപുരി ആശുപത്രിയിലേക്ക് ഇരുവരെയും പ്രകാശ് മാറ്റിയതിനു ശേഷം മാത്രമാണ് രക്ഷിതാക്കളെ പോലും വിവരം അറിയിച്ചതെന്നും ഹർജിയിൽ പറയുന്നു. എന്തിനാണ് ഇവർ സ്വന്തം രക്ഷിതാക്കളിൽ നിന്ന് പോലും ഇക്കാര്യം മറച്ചുവെച്ചത്? ആർക്ക് രക്ഷപ്പെടാനുള്ള അവസരമാണ് ഇതിലൂടെ സൃഷ്ടിച്ചെടുത്തത്? ഇനി 10. പ്രകാശ് തമ്പിയുടെ പെരുമാറ്റം മനസ്സിലാക്കുമ്പോൾ ബാലഭാസ്കറിന്റെ മരണത്തിന് പിന്നിൽ എന്തോ നാടകീയതയുണ്ടെന്ന് ഡോക്ടർ അനൂപ് ചന്ദ്രൻ വ്യക്തമാക്കി. എന്തുകൊണ്ട് അനൂപ് ചന്ദ്രന്റെ മൊഴി പരിശോധിച്ചില്ല? സംഭവത്തിന് ശേഷം ബാലഭാസ്കർ ഇടയ്ക്കിറങ്ങി ജ്യൂസ് കഴിച്ച കൊല്ലത്തെ ജ്യൂസ് കടയിലേക്ക് ഇവർ യാത്ര ചെയ്തു. ഒരു ടെക്നീഷ്യനുമായി എത്തിയ ഇയാൾ കടയിലെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചിരുന്നു. അതും സംശയം ജനിപ്പിക്കുന്നു. കൊല്ലത്തെ ജ്യൂസ് കടയിലെത്തിയ ഇവർ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചുവെന്നും തുടർന്ന് അതിൽ ഒന്നുമില്ലെന്നും പറഞ്ഞുപോയി എന്നും ജ്യൂസ് കട ഉടമ വ്യക്തമാക്കിയിട്ടുണ്ട്. അപകടം നടന്ന സ്ഥലത്ത് നിന്നും മംഗലപുരം പോലീസ് കണ്ടെടുത്ത ബാലഭാസ്കറിന്റെ സാധനങ്ങൾക്കായി ഒരു സ്ത്രീയും ഒരു പുരുഷനും പോലീസ് സ്റ്റേഷനിലെത്തിയതായി പറയപ്പെടുന്നു. ആരാണ് ഇവർ? ഇവരുടെ ഉദ്ദേശം എന്തൊക്കെയാണ്? ഇതും അന്വേഷണത്തിൽ വ്യക്തമായിട്ടില്ല. അപകടം നടന്ന ദിവസം ബാലഭാസ്കറിന്റെ ഫോൺ 2 തവണ ആരോ എടുത്തിട്ടുള്ളതായി ഫോൺ രേഖകൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്നു. ആദ്യം രാവിലെ 7:15 മംഗലപുരം പോലീസ് സ്റ്റേഷൻ പരിധിയിലും തുടർന്ന് 7:35 പേട്ട ജംഗ്ഷന് സമീപവുമാണ് 2 തവണ ആ ഫോൺ ആരോ എടുത്തിട്ടുള്ളത്. ആ എടുത്തത് ആരൊക്കെയാണ്? അപകടം നടന്ന സമയങ്ങളിലെ പ്രകാശ് തമ്പിയുടെ ഫോൺ രേഖകൾ പരിശോധിക്കുമ്പോൾ ഇയാൾ മംഗലപുരം കഴക്കൂട്ടം ടവറുകളുടെ മേഖലയിൽ തന്നെ ഉണ്ടായിരുന്നു എന്നാണ് വ്യക്തമാകുന്നത്. ഇതും അന്വേഷണത്തിന്റെ പരിധിയിൽ ഉൾപ്പെട്ടിരുന്നില്ല. ബാലഭാസ്കറിന്റെ ഡ്രൈവറായിരുന്ന അർജുൻ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ്. അതിൽ ATM കവർച്ച ഉൾപ്പെടെയുള്ള കേസുകൾ ഇയാൾക്കെതിരെ ചാർജ് ചെയ്തിട്ടുള്ളതുമാണ്. വാഹനമോടിച്ചിരുന്ന അർജുൻ ശരാശരി 94 കിലോമീറ്റർ വേഗതയിലാണ് ഓടിച്ചു വന്നത്. അതേസമയം ഇയാൾ സീറ്റ് ബെൽറ്റ് ധരിച്ചിരുന്നില്ല എന്നും പറയുന്നു. എന്നിട്ടും നിസാര പരിക്കുകളോടെ അർജുൻ രക്ഷപ്പെട്ടതും സംശയത്തിന്റെ നിഴലിൽ തന്നെയാണ്. പലതവണ പ്രകാശ് തമ്പി അനന്തപുരി ആശുപത്രിയിൽ ബാലഭാസ്കറിനെ കാണുകയും അദ്ദേഹത്തിന്റെ വിരലടയാളം ശേഖരിക്കുകയും ചെയ്ത് എന്തിനു വേണ്ടിയായിരുന്നു? കൊടുംകുറ്റവാളിയായ ഇയാൾ പലപ്പോഴും അദ്ദേഹത്തിനെ തീവ്രപരിചരണ വിഭാഗത്തിൽ കയറി കണ്ടിരുന്നതായി CCTV ദൃശ്യങ്ങളും വ്യക്തമാക്കുന്നു. സ്വർണ്ണക്കടത്ത് കേസിൽ മറ്റൊരു പ്രതിയായ ആകാശ് സജി എന്നൊരു വ്യക്തി അപകടം നടക്കുന്നതിന് തലേ ദിവസം, അതായത് സെപ്റ്റംബർ മാസം 24 രാത്രി 10:30 പ്രകാശ് തമ്പിയെ ഫോണിൽ വിളിച്ചിരുന്നു. ഈ സംഭാഷണം 8.5 മിനിറ്റോളം നീണ്ടു. എന്തായിരുന്നു ഇത്രയും സമയം ഇവർ തമ്മിൽ സംസാരിച്ചിരുന്നത്? ഇങ്ങനെ തുടങ്ങിയ നിരവധി സംശയങ്ങൾക്കാണ് പുനരന്വേഷണത്തിൽ ഉത്തരം ലഭിക്കേണ്ടത്. തീർച്ചയായും ഇത് അതിശക്തമായ ഒരു ഗൂഢാലോചനയുടെ ഭാഗമായി നടത്തിയ
കരുതിക്കൂട്ടിയുള്ള കൊലപാതകം തന്നെയാണെന്ന് മനസ്സിലാക്കാൻ കഴിയും. ഇതിനിടയിൽ ഡ്രൈവറായിരുന്ന അർജുൻ ബാലഭാസ്കറിന്റെ പിതാവിനെതിരെ നഷ്ടപരിഹാരത്തിന്റെ കേസ് കൊടുത്തിരിക്കുകയാണ്. അപകടത്തെ തുടർന്ന് തനിക്ക് ജോലി ചെയ്യാനും തുടർന്ന് ജീവിക്കാനും കഴിയാത്ത സാഹചര്യമാണുള്ളതെന്നും ഇതിന്റെ നഷ്ടപരിഹാരം എന്ന നിലയിൽ 1,29,00,000 രൂപ നൽകണമെന്നുമാണ് അയാൾ ഉയർത്തുന്ന ആവശ്യം. സംഭവത്തിൽ ആദ്യം നടത്തിയ CBI അന്വേഷണത്തിൽ എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള സംശയങ്ങൾക്ക് ഉത്തരം ലഭിക്കാതെ പോയത്? ആരെ രക്ഷിക്കാനുള്ള അന്വേഷണമാണ് ഇവിടെ നടന്നത്? തീർച്ചയായും ഇനി നടക്കുന്ന അന്വേഷണത്തിൽ ആ ചോദ്യങ്ങൾക്ക് കൂടിയുള്ള ഉത്തരം ലഭിക്കേണ്ടതുണ്ട്. കൊലപാതകങ്ങൾക്ക് ബാലഭാസ്കർ ആയിരുന്നു ലക്ഷ്യമെങ്കിൽ മകളുടെ മരണം ബോണസായിരുന്നു എന്ന് തന്നെ പറയാം.